മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ. ചലനബിംബങ്ങൾ. ഇന്ദ്രിയാനുഭവക്ഷമതയുള്ള ഭാഷയിൽ എഴുതുമ്പോഴാണ് കവിത ബിംബാത്മകമാകുന്നത്. ചലനത്തിൻ്റെ അനുഭവം വായനക്കാരിലുണ്ടാക്കുന്നു എന്നതാണ് ചലനബിംബത്തിൻ്റെ പ്രത്യേകത. സാമാന്യ വ്യവഹാരത്തിൽ വിവരങ്ങൾ കൈമാറുന്നതിനാണ് പ്രാധാന്യമെങ്കിൽ കാവ്യഭാഷ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. കവിതയിൽ ചലനപ്രതീതി ഉണ്ടാക്കുന്നതിന് കവികളേറെ അവലംബിക്കുന്ന ഒരു മാർഗം ക്രിയാപദങ്ങളെ ധാരാളമായി ഇണക്കിച്ചേർക്കുക എന്നതാണ്. മുറ്റത്തെ മുല്ല പൂത്തു എന്ന് പറയുന്നത് ഒരു വിവരം കൈമാറലാണ്. എന്നാൽ ONV കുറുപ്പ് കിളിമരച്ചില്ലമേൽ പടരുന്ന മുല്ലയ്ക്കു ചിലനേരം എന്തിനോ ചിരിയോട് ചിരിപൊട്ടിയുതിരുന്നു എന്ന് എഴുതുമ്പോൾ അത് ചലനബിംബം നിറഞ്ഞ കാവ്യാനുഭവമാകുന്നു. ഹനുമാന്റെ ലങ്കായാത്രയെപ്പറ്റി എഴുത്തച്ഛൻ എഴുതുമ്പോൾ ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചിതു ചാരുലങ്കാഗോപുരാഗ്രേ കപീന്ദ്രനുമെന്ന് കുറിക്കുന്നത് സമയപ്രവാഹത്തിൻ്റെ ചലനാത്മകത പകർന്നുകൊണ്ടാണ്. വള്ളത്തോളിൻ്റെ ശിഷ്യനും മകനും എന്ന ഖണ്ഡകാവ്യത്തിൽ ശിഷ്യനായ പരശുരാമൻ മകനായ ഗണപതിയെ പരിക്കേൽപ്പിക്കുമ്പോൾ കോപാകുലയാകുന്ന പാർവതിയുടെ ചിത്രം മറ്റൊരുദാഹരണമാണ്. മകന്റെ ദുരവസ്ഥ കണ്ട് കോപത്തോടെ പാർവതി ശിവനോട് പറഞ്ഞു എന്ന സന്ദർഭം ചലനബിംബങ്ങളിലൂടെയാണ് വള്ളത്തോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഉടൻ മഹാദേവി ഇടത്തുകൈയാൽ അഴിഞ്ഞ വാർപ്പൂങ്കുഴലൊന്നൊതുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കുനോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചു. ക്രിയാപദങ്ങളുടെ ആവർത്തനവും ചലനത്തിൻ്റെ അനുഭവം പകരുന്നതാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ശിവതാണ്ഡവം തുടങ്ങുന്നത് തന്നെ ഇത്തരം ചലനബിംബം കൊണ്ടാണ്. ഇമ ചിമ്മി ചിമ്മി നോക്കി നിന്നുപോയി ഞാൻ മൂവന്തിക്ക കമനീയ മഹാനടനടനലീല വിതതമാം വ്യോമകേശം പാറിടുന്നു കെട്ടഴിഞ്ഞു ചിതറിയിടുന്നുണ്ട നക്ഷത്ര രുദ്രാക്ഷമാല. ചിമ്മുക, നോക്കുക, പാറുക, അഴിയുക, ചിതറുക തുടങ്ങിയ ക്രിയാപദ സന്നിവേശമാണ് ഇവിടെ ചലനാത്മകത സൃഷ്ടിക്കുന്നത്. പുതിയ കാലത്ത് മൂവി ക്യാമറയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ചലനഭാഷ എഴുത്തിലേക്ക് കൊണ്ടുവരാനും കവികൾ ശ്രദ്ധിക്കാറുണ്ട്. എസ് ജോസഫിൻ്റെ അങ്ങങ്ങൊരു ഗ്രാമത്തിൽ എന്ന കവിതയുടെ തുടക്കം ഇപ്രകാരമാണ്. അങ്ങങ്ങൊരു ഗ്രാമത്തിൽ ഒരു വളവിൽ ഒരു കുഴിയിൽ കൂമ്പാരം കൂട്ടിയ മാതിരി വീട്ടിൽ കൊച്ചു തലയുള്ള പെൺകുട്ടി അവളെ കൈക്കുള്ളിൽ കോരി ചിരിയുടെ വളവ് നോക്കിയ ഒരാളുണ്ട്. അങ്ങങ്ങൊരു ഗ്രാമം എക്സ്ട്രീം ലോങ് ഷോട്ടിനെയും ചിരിയുടെ വളവുകൾ എക്സ്ട്രീം ക്ലോസപ്പിനെയും അനുസ്മരിപ്പിക്കുന്നു. ഇങ്ങനെ എഴുത്തിലേക്ക് ചലനത്തിൻ്റെ സാധ്യതകൾ കൊണ്ടുവരുമ്പോൾ അത് ചലനബിംബാത്മകമായ ഭാഷയായി മാറുന്നു. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.